ജീവനക്കാരോടും നമ്മുടെ സ്റ്റാഫിനോടുമൊക്കെ 1 മിനിറ്റും അര മിനിറ്റും ഒക്കെയാണ് പ്രശ്നം ഉണ്ടാകാറ്. എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്നിരുന്നാലും സംസാരത്തിലെ സഭ്യതയും അതുപോലെ തന്നെ ഇടപെടലുകളും നമ്മുടെ യാത്രക്കാരുടെ പെരുമാറ്റങ്ങളിലും ഒക്കെ പണ്ടത്തേക്കാളും ഏറ്റവും ഒരുപാട് ബെറ്ററാണ്. പക്ഷെ എന്നിരുന്നാലും പുതിയ കാലത്ത് പിന്നെയും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധയുണ്ടാകേണ്ട, സംസാരങ്ങളുടെ പ്രയോഗങ്ങളിൽ ശ്രദ്ധയുണ്ടാകേണ്ട കാലമാണ്. ആ കാലത്ത് അത്തരം കാര്യങ്ങളിൽ കൂടി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് മാത്രം സന്ദർഭം സൂചിപ്പിച്ചുകൊണ്ട് മികച്ച ഒരു പ്രവർത്തനം കോർപ്പറേറ്റീവ് മേഖലയിൽ ഇങ്ങനെ ഒരു സംഘം തുടങ്ങി ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന കൊണ്ടോട്ടി ഏരിയ ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇതിൻ്റെ അസോസിയേഷൻ്റെ വരവിലൊക്കെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti. ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കൊണ്ടോട്ടി താലൂക്ക് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബസ് ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വെഹിക്കിൾ ലോൺ പദ്ധതി ടി.പി. അഷ്റഫ് അലി MLA ഉദ്ഘാടനം ചെയ്തു. ബസ് ഉടമകൾക്ക് 10 ലക്ഷം രൂപ വരെ വാഹന വായ്പ നൽകുന്നതാണ് പദ്ധതി. ബസ് ഓപ്പറേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മുതലാളിമാരെയും തൊഴിലാളികളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനമുള്ളത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം നമ്മുടെ വിഷയങ്ങൾ അറിയുന്ന നമ്മുടെ തന്നെയായ ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ വളരെ വലുതാണ്. ആ രീതിയിൽ ഈ നാട്ടിലെ എല്ലാവർക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഇത് വളർന്ന് വികസിക്കട്ടെ എന്ന് ആദ്യമേ ആശംസിക്കാൻ. 5 ലക്ഷം വരെ ഉണ്ടായിരുന്ന പദ്ധതി 10 ലക്ഷമാക്കി ഉയർത്തി. അത് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു അപ്രീസിയേഷൻ കൂടിയാണ്. ആ വിധത്തിൽ ഇനിയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കേരളത്തിലെ ബസ് മേഖല നമ്മുടെ പൊതുഗതാഗതത്തിൽ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ പ്രിയദർശിനി എന്ന രീതിയിൽ ഉള്ള സർക്കാരിൻ്റെ സ്കീം വന്നതോടുകൂടി ഇവിടെ ചില പ്രതിസന്ധികളുണ്ടായി. അത് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ സ്കീം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ പല മേഖലയിലും ഉണ്ടാകും. അത് എങ്ങനെ അതിനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളും മറ്റുമൊക്കെ ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഇപ്പം നമ്മളൊക്കെ പല ആളുകൾ ഇപ്പം നമ്മുടെ മഞ്ചേരിയിലെ നാണിക്കൊക്കെ നമുക്ക് വലിയ ആളുകൾ അവരൊക്കെ കണ്ട് സംസാരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മേഖലയെ തകർക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന ഒരു ലക്ഷ്യത്തിലോ ഉദ്ദേശത്തിലോ ഒന്നും ഉണ്ടാകുന്നതല്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനകീയമായ പദ്ധതി ആവിഷ്കരിക്കുന്നു, അതിന് വലിയ അംഗീകാരം ഉണ്ടാകുന്നു, സ്ത്രീകൾക്കിടയിൽ മറ്റുമൊക്കെ വലിയ ചർച്ചയാക്കുക. ഞാനിപ്പോൾ ഇന്ന് ആക്കോട് LP സ്കൂളിൽ ഓണാഘോഷവും അവിടുത്തെ കുട്ടികളുടെ അവാർഡ് ദാനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെ കൂടിയുന്ന അമ്മമാർ മുഴുവൻ പറയുന്നത് ഞങ്ങളുടെ അതിലൊരു പ്രിയദർശിനി വേണം. എവിടെ ചെന്നാലും സ്ത്രീകൾക്കിടയിൽ അതൊരു വലിയ ചർച്ചയും വലിയൊരു ആവശ്യമൊക്കെയായി മാറിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് അത് സ്വകാര്യ ബസ് മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് കുഞ്ഞുക്കളോട് മറ്റൊക്കെ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എഫക്റ്റുകൾ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ ഇനി ഒരു പ്രോത്സാഹന നടപടികൾ എന്ന രീതിയിൽ കേരളത്തിൽ ബാക്കി ചെയ്യണമെന്നതിനെക്കുറിച്ചും സർക്കാർ തീർച്ചയായിട്ടും ഒരു ആലോചിക്കുന്നു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ UK മുഹമ്മദ് ഷാ അധ്യക്ഷത വഹിച്ചു. ബസ് തൊഴിലാളികളെയും ബസ് ഓണേഴ്സിനെയും എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്ന രീതിയിൽ വലിയ ഒരു പദ്ധതിക്കാണ് നിങ്ങളുടെ രൂപം കഴിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഒരു ബാങ്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു വലിയ സൊസൈറ്റി പ്രസിഡന്റ് CP സാജിദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി T ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ആവശ്യമെന്നുള്ളത് ധനകാര്യ ആവശ്യമെന്നുള്ളത് ആർട്ടിഒ സേവനങ്ങൾക്ക് നൽകാനായിട്ട് ഞങ്ങളുടെ ഓഫീസ് ഒരു ടാക്സ് അടയ്ക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൊസൈറ്റി മുഖാന്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഡെപ്പോസിറ്റ് സംവിധാനമുണ്ട്. വയനാട് സെക്രട്ടറി വിളിച്ചിരുന്നു, ഇത് എന്തെങ്കിലും ആയില്ലെങ്കിൽ ഞങ്ങളുടെ വലിയ ആത്മഹത്യകളും മറ്റു കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ തൊഴിലാളി ആത്മഹത്യ ചെയ്തതാണ് കുറച്ച് ദിവസം മുമ്പ്. ഉടമകളുടെ കൂടി ആത്മഹത്യയുടെ പക്കത്താണ്. വലിയ സാമ്പത്തിക ബാധ്യതകളോടാണ് ഞങ്ങൾ വലിയ ഫൈനാൻഷ്യൽ കടപ്പടം പണയം വെച്ചാണ് ബസ് വാങ്ങിയത്. അതുകൊണ്ട് തീരുമാനം ഉണ്ടാവുന്നത് വയനാടുകാർ വിളിച്ചു പറഞ്ഞ മന്ത്രി പറയുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളില്ല. നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളോ കൂടുതലില്ല.
അതൊക്കെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഇപ്പൊ അതൊന്നും ഇല്ല എന്നാണ് മന്ത്രി പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളൊരു മന്ത്രിയുമായി ഈ വ്യവസായം എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ള കാര്യമൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ നമ്മൾ നിർബന്ധിതരായി തീരും. ഒരു തർക്കമില്ല കാര്യത്തിൽ നമ്മൾ വലിയ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തെ KSRTC കൊണ്ട് ഈ നാട്ടിലെ യാത്രാ സൗകര്യം നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല. 1910 KSRTC ബസ്സുകൾ റോഡിൽ ഓടാൻ കഴിയില്ല, പാടില്ല, ഫിറ്റ്നസ് ഇല്ല, RC ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ലാത്ത 1910 ബസ്സുകൾ ഈ നമ്മുടെ നാട്ടിലെ റോഡിലൂടെ KSRTC ഏത് നിമിഷം നിൽക്കാം. അപ്പൊ സ്വകാര്യ ബസ്സുകൾ ഇല്ലാത്ത ഒരു നമ്മുടെ നാട്ടിലൊരു ഒരു പ്രഭാതം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ, ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം നിറവേറ്റി കൊടുക്കാൻ സ്വകാര്യ ബസ്സുകൾ നിർബന്ധമാണ്. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ വിഷയങ്ങൾ നമുക്ക് ഗവൺമെന്റ് അടുത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ പല ജില്ലകളിലും പല റൂട്ടുകളിലും പല ആളുകൾക്കും ഇതുമായിട്ട് വലിയ പ്രയാസങ്ങളില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊരു ഒരുമിച്ചൊരു സമരം ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളൊരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവേണ്ടത് വരും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം നല്ലൊരു റിപ്പോർട്ട് സർക്കാർ നമുക്ക് നമ്മുടെ കാര്യത്തെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ നമുക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന നമ്മളെ പ്രതീക്ഷകൾ നമ്മൾ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ നമ്മൾ തയ്യാറാവേണ്ട സമയം നമ്മൾ അടുത്തിരിക്കുക. ഞാനിപ്പോ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സ്ഥിര നിക്ഷേപ സമാഹരണ യജ്ഞ ഉദ്ഘാടനവും നടന്നു. പരിപാടിയിൽ കൊണ്ടോട്ടി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇബ്രാഹിം, യൂണിറ്റ് ഇൻസ്പെക്ടർ TK അമാനുള്ള, ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK മൂസ, വൈസ് പ്രസിഡന്റ് വിദ്യാധരൻ, ജില്ലാ സെക്രട്ടറി MC കുഞ്ഞിപ്പ, N അബ്ദുൽ ഖാദർ, I സുബ്രഹ്മണ്യൻ, AT സൈതലവി തുടങ്ങിയവർ സംസാരിച്ചു. C മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും KK സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് AIR1. Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.